ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചൂടാക്കാൻ വെക്കുക. നല്ല തിളച്ച വെള്ളം വേണം എടുക്കാൻ. എന്നിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചൂടുവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഇത് ചൂടുവെള്ളം ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ റൊട്ടി സോഫ്റ്റ് ആവണമെങ്കിൽ ചൂടുവെള്ളം തന്നെ വേണം. പച്ചവെള്ളം ഒഴിച്ചാൽ റൊട്ടി കട്ടിയായി പോകും. സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി കിട്ടാൻ ചൂടുവെള്ളം കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടുന്ന പാകത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഭയങ്കര കട്ടിയായിട്ട് കുഴക്കരുത്. നോക്കിയാൽ ഈ പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്കെല്ലാം നല്ല രീതിയിൽ ബോളാക്കി എടുക്കാം. ഇനി ഇതെല്ലാം ഇതുപോലെ താണ്ടെ ബോളാക്കി എടുക്കാം. എല്ലാം ഇതാ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് റൊട്ടി പരത്തിയെടുക്കാം. അപ്പോൾ ആ റൊട്ടിയെല്ലാം നമ്മൾ പരത്തിയെടുത്തു. ഇനി ഇത് ചുട്ടെടുക്കാൻ ആദ്യം ഇവിടെ മണ്ണിൻ്റെ തവയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റൊട്ടിയുടെ രണ്ട് സൈഡും ചൂടായതിനു ശേഷം ഗ്യാസിലോട്ടൊന്ന് ചെറുതായിട്ട് വെച്ചാൽ മതി. അപ്പോൾ തന്നെ അത് പൊങ്ങി സൂപ്പറായിട്ട് വീർത്ത് വരും. റൊട്ടി പെട്ടെന്ന് പൊങ്ങി വരാനുള്ള ഒരു ഈസി ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. റൊട്ടിയുടെ സൈഡെല്ലാം നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം നടുക്ക് ചൂടാക്കാൻ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും. ഒരു അറ്റം പോലും പൊങ്ങാതായിട്ടിരിക്കത്തില്ല. നല്ല രീതിയിൽ വീർത്ത് നമുക്ക് റൊട്ടി കിട്ടും. നല്ല സോഫ്റ്റ് റൊട്ടി ഇതാ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ബൈ.